വെറുതെ ന്യൂസൻസ് ഉണ്ടാക്കാനാണെങ്കിൽ വേറെ സ്ഥലം നോക്കണം. നിങ്ങളെ പോലല്ല, മറ്റു കുട്ടികൾ ഇവിടെ പഠിക്കാനാ വരുന്നത്. നാലക്ഷരം പഠിക്കേണ്ട നേരത്തെ അവൻ ടീച്ചർ ക്ലാസ് എടുത്തോളൂ. In his famous work, Critic of Practical Reason, Immanuel Kant discusses about the behavior of... എന്നാടാ പോയി? ഞാൻ പോവാ, എനിക്കൊന്ന് പോയിക്കണം. ടീച്ചർ, എന്താ? ഒന്ന് ലാബ് വരെ പോണായിരുന്നു. ലാബോ? ഫിലോസഫിക്കോ? അയ്യേ, ആ ലാബല്ല, ഇത് മെഡിക്കൽ ലാബ്. ഷുഗറും കൊളസ്ട്രോളും ചെക്ക് ചെയ്യാൻ കൊടുത്തായിരുന്നേ ഫുഡിന് മുമ്പ്. ഇപ്പൊ ഫുഡ് അടിച്ചു 1 മണിക്കൂറായി, ഒന്നുകൂടെ കൊടുക്കണം. എന്ത്? ബ്ലഡ്. ഓ, കൂടെ ഞങ്ങൾക്കും പോണം. ഇല്ലെങ്കിൽ സൂചി കണ്ടാ മതി, അപ്പൊ തന്നെ കരയും. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ടീച്ചർക്ക് ഫീൽ ചെയ്തു. ഒന്ന് പോടാവേ, ഇതിനകത്ത് ഇരുന്ന് അടയിരിക്കാണെങ്കിൽ ഇനി പണിക്കയില്ല. വാടക പഠിപ്പിക്കുമ്പോ പിള്ളേര് ശ്രദ്ധിക്കണമെങ്കിൽ പിള്ളേരുടെ ശ്രദ്ധ തെറ്റിക്കുന്ന വകകളൊക്കെ മറച്ചു വെക്കേണ്ട ഇതമേന്തി. റിയാലിറ്റി ഷോയോ ഫാഷൻ പരേഡോ ഒന്നും അല്ലല്ലോ, പിള്ളേരെ പഠിപ്പിക്കലല്ലേ ജോലി. എന്നാ ഇനി ഞാൻ നാളെ മുതൽ പർദ്ദ ഇട്ടോണ്ട് വരാം. അതും വേണമെന്നില്ല. ഞാൻ പിള്ളേരുടെ കാര്യമല്ല പറഞ്ഞത്, ആ 4 മുതുക്കന്മാരുടെ കാര്യ. അടിയോടി സാർ കൂടെ അറിഞ്ഞോണ്ടാണോ അവർക്ക് ഇവിടെ അഡ്മിഷൻ കൊടുത്തത്? മെറിറ്റ് ഉണ്ടോ അഡ്മിഷൻ കൊടുക്കണം. പിന്നെ PG കോഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ പ്രായം ഒരു പ്രശ്നമല്ല. എവിടെ കാണട്ടെ? റഷീദ് മുന്ന, റെക്സ് ഇമ്മാനുവൽ, ഫിലിപ്പ് പിടിക്കുള, പത്മനാഭൻ, പപ്പു പപ്പു. ഇതിനോടോ കണ്ടില്ലേ, ഒപ്പം പഠിച്ചവരൊക്കെ ഇപ്പൊ അധ്യാപകരാ. എന്തിന്റെ സൂക്കേടാടാ നിനക്കൊക്കെ? ഇതൊക്കെ ഏതാനോന്നറിയാ ദമയന്തിക്ക്? ഇവിടുത്തെ പുഴേ വലിയ പുള്ളികളാ. സാറും പേരിപ്പോഴും അടിയോട് അടിയുന്ന തന്നെയല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിന്റെ ജീവപര്യന്തമൊക്കെ കഴിഞ്ഞോ? ഓ ഉവ്വ സാർ. പേടിക്കണ്ട, ബലാത്സംഗമൊന്നുമല്ല, ഒരു ചെറിയ കൊലപാതകം. സാർ, ഞങ്ങൾ ഇനി ക്ലാസ്സിൽ ഒരലമ്പരുമില്ല. ആദ്യ ദിവസമല്ലേ സാർ, ക്ലാസ് എങ്ങനെയാന്നൊക്കെ ഒന്നറിഞ്ഞിരിക്കണ്ടേ, അതിനുവേണ്ടി കരുതാ. അതിപ്പോ അറിഞ്ഞല്ലോ, ഇനി മേലാൽ ആ ഭാഗത്തേക്ക് പോകരുത്. ഒരിക്കലും ഇല്ല സാർ. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് ഞങ്ങളങ്ങോട്ട് ഞങ്ങൾ 2 പേരും പോടോ.